എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ നെയ്ച്ചോറിൻ്റെയും അതുപോലെ തന്നെ കോഴിക്കറിയുടെയും നല്ല ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ്. ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് വിരുന്നിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് കോഴിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ചിക്കൻ ഒന്ന് പുരട്ടി വെക്കുകയാണ്. ഇനി നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ടും ജ്യൂസി ആയിട്ടും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പകുതി നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. നമ്മൾ നാരങ്ങ നീരിൽ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ചിക്കൻ്റെ പീസുകൾ നല്ല സോഫ്റ്റായിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഇനി കുറച്ച് കുരുമുളകൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെച്ചാൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഫുൾ ചിക്കൻ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. നമ്മുടെ ഒരു ബേസിക് കുക്കിംഗ് സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റിൽ നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം നമുക്കിത് ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം. ബാക്കിയുള്ള ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിയുന്ന സമയം കൊണ്ട് ഇതവിടെ മാരിനേറ്റ് ആയിക്കോളും. നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ നല്ല എരിവുള്ള ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കുടം വെളുത്തുള്ളി, ഒരു മീഡിയം പീസിലുള്ള ഇഞ്ചി ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞതും ഒരു വലിയ തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്. കറിവേപ്പിലയും എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മീറ്റ് മസാല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പെഷ്യലായിട്ടൊരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണിത്. അപ്പോൾ അതേ ജാറിൽ തന്നെ നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ച് എടുക്കുകയാണ്. അപ്പോൾ ഈ മസാലപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മളൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള ചേർക്കുമ്പോൾ മുഴുവനായിട്ടും ചേർക്കരുത്, കുറച്ചൊന്ന് മാറ്റി വെക്കുക. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ചേർക്കാനാണ്. വളരെ കുറച്ചൊന്ന് മാറ്റി വെക്കുക. ഒരു പിടി സവാള ഒന്ന് മാറ്റി വെക്കുക. ഇത്രയും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം സവാള വാടി കിട്ടും. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ആ സമയത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് ബേ ലീവ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ചേർക്കുന്നത്. ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ടത് മൂത്ത് കിട്ടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വരണം. അപ്പോൾ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ സവാള ഒന്ന് ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. നമ്മളിവിടെ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി എരിവൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മളൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടി ആദ്യം നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അതിന് ശേഷം സവാളയായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതേസമയം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീറ്റ് മസാലയിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്ച്ചോറിനായതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കാത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ചിക്കനും കൂടെ ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് ചെറുതീയിലിട്ട് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ ചിക്കൻ കറി വെക്കുമ്പോഴാണ് കറക്റ്റ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 1 കപ്പോളം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാവുന്നതാണ്. ഇനി നമ്മളിത് ക്രീമി ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലും എടുക്കാവുന്നതാണ്.
ഒരു അര കപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രീമിൽ കിടന്നിട്ടാണ് ചിക്കൻ നന്നായിട്ട് വെന്ത് വരേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പം ഉപ്പ് ചേർത്തിരുന്നു, അതുപോലെ സവാളയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് ചെറുതീയിലിട്ട് നമുക്കിനി ഒരു 20 മിനിറ്റ് കൂടെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഈ കറിയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ചിക്കനിൽ നിന്നിറങ്ങിയ വെള്ളമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഏറ്റവും അവസാനം ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വിതറി കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നെയ്ച്ചോറിനായതുകൊണ്ട് തന്നെ മല്ലിയില ഇട്ട് ചിക്കൻ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് നമുക്കൊന്ന് വെക്കാം. അപ്പോൾ ചിക്കൻ കറി വേണമെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് തിളപ്പിക്കാം. ചെറുതീയിലിട്ട് വേണം നമ്മൾ അവസാനത്തെ ആ ഒരു 20 മിനിറ്റ് വെക്കാനായിട്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരി നന്നായിട്ടൊന്ന് കഴുകി കുതിർത്ത് വെക്കണം. നമ്മളിവിടെ ജീരകശാല അരിയിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. ജീരകശാല അരിയോ അല്ലാന്നുണ്ടെങ്കിൽ ബസ്മതി അരിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഏതരി ആയാലും നമ്മളൊരു അരമണിക്കൂർ ഒന്ന് കുതിർത്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ അരി നന്നായിട്ട് കുക്കായി കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 കപ്പിനാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. 250 മില്ലിയുടെ കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനാണ് 2 കപ്പ് നമ്മൾ അളന്ന് എടുക്കുന്നത്. ഇനി ഇതൊരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വെള്ളം തെളിയുന്നവരെ കഴുകണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുറച്ച് സവാള മാറ്റി വെച്ചു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിൽ നിന്നും 1 ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായിരുന്നത്, ബേ ലീഫ്, പിന്നെ കുറച്ച് ഗരം മസാല മുഴുവനായിട്ടുള്ളതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. നെയ്ച്ചോറിന് വേണ്ടിയിട്ട് നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചാലും നമുക്ക് നല്ലതായിട്ട് തന്നെ ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ കുറച്ച് കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരിങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വറുത്ത് കോരുക. ഇതിലേക്ക് കുറച്ച് സവാള നീളത്തിലരിഞ്ഞതും കൂടി വറുത്തിട്ട് കോരി മാറ്റി വെക്കാം. നെയ്ച്ചോറ് അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ സവാള ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള വറുത്ത സവാളയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കശുവണ്ടിയും മുന്തിരിങ്ങയും മാത്രമാണ് വറുത്തെടുക്കുന്നത്. നന്നായിട്ട് ബ്രൗണായി വന്നിട്ടുണ്ട്. നമ്മളത് മാറ്റാണ്. ഇനി ഇതേ ഓയിലിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുഴുവനുള്ള ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓയിലോ നെയ്യോ ഒക്കെ ചേർത്തിട്ട് ഇത് വഴട്ടാവുന്നതാണ്. നമ്മൾ കുറച്ച് എണ്ണയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കുറച്ച് എണ്ണയിൽ ചെയ്താലും നമുക്ക് കഴിക്കാൻ പറ്റും. കൂടുതൽ എണ്ണയിൽ ചെയ്താൽ വളരെ ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ ഏത് രീതിയിൽ വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പം ഒരുപാട് എണ്ണയിലൊക്കെ അൺഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് വളരെ കുറച്ച് ഓയിലിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എണ്ണയിലൊക്കെ ഇട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഡെയിലി നമ്മൾ കുക്ക് ചെയ്യുമ്പം വളരെ കുറച്ച് എണ്ണയൊക്കെ യൂസ് ചെയ്ത് കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ആ സവാളയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നെയ്ച്ചോറിനങ്ങനെ ബ്രൗൺ ആകണമെന്നില്ല, ഒന്ന് വാടി വന്നാൽ മതി. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിന്ന് സ്പെഷ്യലായിട്ടുള്ള രീതിയിലാണ് ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. തേങ്ങാച്ചോറെന്നും പറയാം. പക്ഷേ തേങ്ങാച്ചോറിൻ്റെ ഓതൻറ്റിക് ആയിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് ഇങ്ങനെയല്ല. അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 2 കപ്പ് വെള്ളം നമ്മൾ അല്ലാതെയാണ് ഒഴിക്കുന്നത്. അപ്പം മൊത്തത്തിൽ 3 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ്. 3 മുതൽ 3.5 കപ്പ് വരെ നിങ്ങൾക്ക് വെക്കാം. ഓരോ അരിയുടെ വേവ് അനുസരിച്ചിട്ട് കുറച്ചൊന്ന് വ്യത്യാസം വരും. എന്നാലും 1.5 കപ്പ് വെള്ളമാണ് 1 കപ്പ് അരിക്ക് നമ്മൾ സാധാരണ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം.
ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് കറക്റ്റായിട്ട് അരി വേവുമ്പം അരിയിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കുന്നത്. നമുക്കിനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ അരി വെള്ളമൊന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. അരി ഊറ്റി മുന്നേ തന്നെ വെക്കരുത്, നമ്മളിതിലേക്ക് ഇടുന്നതിന് തൊട്ട് മുന്നേ വേണം അരി ഊറ്റിയെടുക്കാനായിട്ട്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ അരിയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിനുശേഷം തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഈ രീതിയിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അരി വറക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഒരുപാട് ഓയിലും എടുക്കേണ്ട ആവശ്യമില്ല. തന്നെയുമല്ല, നമ്മൾ ചേർത്തിരിക്കുന്ന തേങ്ങാപ്പാലിൽ അത്യാവശ്യം നല്ല ഓയിലുണ്ട്, അപ്പോൾ ഒരുപാട് നെയ്യ് ആദ്യം തന്നെ ഒഴിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് ചെറു തീയിലിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ചുകൂടി വേവാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം അടച്ച് കുറച്ച് നേരം മാറ്റി വെച്ചാൽ മതി, അതിലിരുന്ന് അത് വെന്തോളും. നമ്മൾ പറഞ്ഞ രീതി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അരി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കുമ്പോഴത്തേക്ക് ബാക്കി എന്തെങ്കിലും വേവാനുണ്ടെങ്കിൽ അത് വെന്ത് നന്നായിട്ട് കിട്ടും. നമ്മൾ വളരെ കുറച്ച് ഓയിലിൽ ചെയ്തിട്ടുള്ളൊരു നെയ്ച്ചോറാണ്. ഇനി അവസാനം നമ്മളിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരിങ്ങ, അതുപോലെ തന്നെ ഫ്രൈഡ് ഓണിയനൊക്കെ ചേർത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ നെയ്ച്ചോറും അതുപോലെ തന്നെ ക്രീമി ആയിട്ടുള്ള ചിക്കൻ കറിയും നല്ലൊരു കോമ്പിനേഷനാണ്. ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഓഥൻറ്റിക് ആയിട്ടുള്ള 2 കിലോ പ്ലം കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു നോക്കിയിട്ടുള്ളവർ കണ്ടു നോക്കുക. പിന്നെ നമ്മൾ ഹിന്ദിയിലൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ റെസിപ്പികൾ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് അതിൽ വരുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് അതിന് സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും എല്ലാവരും മറക്കാതെ കാണുക. കമൻറ്റ് ബോക്സിൽ നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ആ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നോൺ വെജ് വിഭവങ്ങളുമായിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.